Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4th സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പോണേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടിയും പറയുന്നു. ഈ ഓരോ പാർട്ടിലും എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ലൈവ് എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ഹാക്കായി, കുറച്ച് എമൗണ്ട് നഷ്ടപ്പെട്ടു. ഇതൊക്കെ കാരണമാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞേ. സോ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറി സ്പീഡായിട്ട് എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് യൂഷ്വലി വല്ലാണ്ടൊരു എളുപ്പ പേപ്പർ എന്ന് പറയാൻ സാധിക്കാറില്ല. ഒരു മീഡിയം പേപ്പർ, ചില സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായുള്ളൊരു പേപ്പറായിട്ടാണ് വരാറ്. അതാ എല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഈസി പേപ്പർ കിട്ടിയാൽ ഭാഗ്യം. പലപ്പോഴും ഒരു മീഡിയം ടൈപ്പ് പേപ്പറാണ് വരാറ്. 4 SI ചോദ്യങ്ങളിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് വരാറ്. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, പിടിച്ചോ, മിക്ക പേപ്പറിലും അമാൽഗമേഷൻ, മെർജറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം വരാറുണ്ട്. അതിൽ മാർക്കറ്റ് വാല്യൂ, EPS ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഞാൻ മുഴുവനായിട്ട് എഴുതുന്നു. അമാൽഗമേഷൻ, അതിൽ മെർജർ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം 2 കമ്പനീസ് മെർജറോ ടേക്ക് ഓവറോ നടന്നിട്ടുണ്ടായിരിക്കും. ദെൻ ആ മെർജറിന് ശേഷമുള്ള കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഒരു 4-5 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രോബ്ലം. മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ EPS ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം ആ പ്രോബ്ലം. സോ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത്. എല്ലാ പേപ്പറിലും നമ്മൾ കണ്ടുവരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കേണ്ട പ്രോബ്ലം. രണ്ടാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ ഒരു അസറ്റ് മേടിക്കുന്നതാണോ അതോ ലീസിന് എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. ബൈ ഓർ ലീസ്, അത് അഡ്വൈസ് ചെയ്യാൻ, നമ്മുടെ അടുത്ത് അഡ്വൈസ് ചെയ്യാൻ പറയും. അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ ചില സമയത്ത് ഒരു ഡീറ്റെയിൽസ് തന്നിട്ട് നമുക്കൊരു മെഷീനറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഫിനാൻസിങ് ഓപ്ഷൻ 2 ഓപ്ഷൻസ് നൽകും. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാ അങ്ങനെ ചോദിക്കും ഫിനാൻസിങ് ഓപ്ഷനിൽ. അപ്പോൾ ഇങ്ങനെ ബൈ ഓർ ലീസ്, ഫിനാൻസിങ് ഓപ്ഷൻ 2 തന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുവരാറ്. അപ്പോൾ ഈ 2 പ്രോബ്ലംസാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. മൂന്നാമതിന് ഇനിയുള്ള തിയറി ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറയാം. മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ളൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണ്? റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ് കേട്ടോ. ലിവറേജ്ഡ്, നിങ്ങൾക്ക് ഭാഗ്യണീ വീണ്ടും വരും. ബൈ ഔട്ട് എന്താണ്? ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് വരാറ്. അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാം. കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സ്ട്രാറ്റജി, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ദെൻ ബേസിക് ചോദ്യം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ.
പിന്നെ നമ്മൾ നേരത്തെ മെർജർ ആൻഡ് അക്യൂസിഷൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലം വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും വരാറുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻസ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ലാസ്റ്റ് ഒരു സജഷനും കൂടി നൽകാനുള്ളത്, ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. റൈറ്റ് ആൻഡ് ഇലാബറേറ്റ് നോട്ട് ഓൺ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, ആൻഡ് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയറി ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ എസ്സേക്ക് കണ്ടുവന്നിട്ടുള്ളത് ഈ ചോദ്യങ്ങളൊക്കെയാണ്. ഇതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറയണു, എസ്സേ പലപ്പോഴും കുറച്ചൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്, ചില സമയത്ത് ഈസി ആയിട്ടും വരാറുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ചോദ്യങ്ങൾ വരട്ടെ. അപ്പോൾ 2 പ്രോബ്ലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ അമാൽഗമേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പിന്നെ മറ്റൊരു ചോദ്യം ബൈ ഓർ ലീസ് ഫിനാൻസിങ് ഓപ്ഷൻ ബെറ്റർ വൺ സജസ്റ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പിന്നെ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ്റെ തിയറി ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് മോഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് സി ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.